ചോദ്യം വന്ന സാഹചര്യത്തിൽ പറയാം, അദ്ദേഹത്തിനൊരു തിമിര ശാസ്ത്രക്രിയ ഒരുപാട് കാലമായിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ജോലി തിരക്ക് കാരണം അത് ചെയ്യാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഗ്യാപ്പ് അത്തരത്തിലുള്ള ചില ടെസ്റ്റുകളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. ദുർബലമല്ല, മഹാരാഷ്ട്രയിൽ നല്ല സ്വാധീനമുള്ളതാണ്. ബംഗാളിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് പറയുമ്പോൾ അത് പ്രാവർത്തികമാക്കുന്നതിൽ നമ്മൾ പൊതുവിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സ്വയംവിമർശനപരമായിട്ട് സമ്മതിച്ചു. ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരായ്മ എല്ലാം നിലനിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ LDF UDF മത്സരിക്കുന്നല്ലോ. UDF നിന്ന് 12 പേരാണ് സ്ത്രീകൾ മത്സരിക്കാനുള്ളത്, LDF നിന്ന് 18 പേര് മത്സരിക്കാനുള്ളത്. അത് വലിയ കാര്യമാണെന്ന് പറയുന്നില്ല. എന്നാലും താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന കുറച്ചും കൂടെ മെച്ചപ്പെട്ട സ്ത്രീ പരിഗണന കൊടുക്കുന്നത് ഇടതുപക്ഷമാണ്, CPIM ആണ്. അതും ആവശ്യമായി തട്ടിച്ചു നോക്കുമ്പോൾ തികച്ചും അപര്യാപ്തമാണ്. കാരണം നാം ജീവിക്കുന്ന സമൂഹത്തിൽ ആധിപത്യം പുലർത്തുന്നത് പുരുഷാധിപത്യ മനോഭാവമാണ്. അതിനെ ചെറുക്കാൻ ബാധ്യതപ്പെട്ട പാർട്ടിക്കുള്ളിലും അറിയാതെ ഈ പുരുഷാധിപത്യ ബോധമാണ് നിലകൊള്ളുന്നത്. അതാണ് എൻ്റെ വിഷയം. അതെ, 50% വനിതകൾ എല്ലാ പാർട്ടികളിൽ നിന്നും താഴെ തട്ടിൽ വളരുകയും അവർ നേതാക്കന്മാരാവുകയും അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ ലോക്കൽ സെക്രട്ടറിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, BJPയുടെ അവരുടെ ഘടകത്തിന്റെ പ്രസിഡന്റ്, അങ്ങനെ ആ ലെവലിലേക്ക് കൊല്ലം ജില്ലയിൽ നമുക്ക് സെക്രട്ടറിമാരുണ്ട്. വെളിയ LC സെക്രട്ടറി വനിതയാണ്. അപ്പോരെ അത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ചോദിക്കണം. നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാലേ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. വളരെ സന്തോഷമുണ്ട്. അല്ല, തുടർഭരണം വരുമ്പോൾ അല്ല, ഇതിനകത്ത് ഞാൻ ഈ ചോദ്യത്തിന് നേരത്തെ തന്നെ മറുപടി പറഞ്ഞതാണ്. വനിതാ മുഖ്യമന്ത്രിമാരായി പരിഗണിക്കാൻ പറ്റുന്നവരെ കേരളത്തിലും ബംഗാളിലും മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ പാർട്ടിക്ക് സ്വാധീനം ഉള്ളിടത്തും ഇല്ലാത്തിടത്തുമെല്ലാം നമ്മുടെ ബൃന്ദാ കാരാട്ടിനെ പോലെ ഒരു സുഭാഷിണിയെ പോലെയൊക്കെയുള്ള, വാസുകിയെ പോലെ, മറിയം ധൗളയെ പോലെ എത്ര വനിതാ നേതാക്കന്മാരെ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്ത് വളർന്നു വന്ന നേതാക്കന്മാർ. ആരൊക്കെയായിട്ടുള്ള മറ്റ് ബന്ധങ്ങൾ, കുടുംബ മഹിമ അതൊന്നും വെച്ചിട്ടല്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ വ്യത്യസ്തമാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ സംസ്ഥാന സെക്രട്ടറിയായിട്ട്, ഇപ്പോൾ ആരും സംസ്ഥാന സെക്രട്ടറിയായിട്ട് എന്താ കേരളത്തിൽ വനിത വരാത്തതെന്ന് ചോദിക്കുന്നില്ല. അതും കൂടെ നിങ്ങൾ ചോദിക്കേണ്ടതാണ്. അങ്ങനെ ചോദിച്ചാലേ ഞങ്ങളും ആലോചിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന വിധത്തിലുള്ള ശ്രമങ്ങൾ പാർട്ടിക്കുള്ളിൽ നടത്താൻ പറ്റുള്ളൂ. ഇല്ലില്ല, CPIM-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഈ 33% വരുമ്പോൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള ആളുകളുടെ ക്ഷാമം ഒരിക്കലും CPIM-ൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടാകുന്ന പ്രശ്നമില്ല. അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഞാനിപ്പോൾ പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു ഈ ചോദ്യം വന്ന സാഹചര്യത്തിൽ പറയാം, അദ്ദേഹത്തിനൊരു തിമിര ശാസ്ത്രക്രിയ ഒരുപാട് കാലമായിട്ട് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ജോലി തിരക്ക് കാരണം അത് ചെയ്യാൻ സമയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഗ്യാപ്പ് അത്തരത്തിലുള്ള ചില ടെസ്റ്റുകളും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ പോകാറുള്ളത്.